നമസ്കാരം. ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള പ്രശ്നങ്ങൾ ഇങ്ങനെ ഓരോ ദിവസവും കടുത്തുകൊണ്ടിരിക്കുമ്പോഴേക്കും ക്രിക്കറ്റിംഗ് ലോകത്തേക്ക് വരുമ്പോൾ ബംഗ്ലാദേശും ഇന്ത്യയും തമ്മിൽ ഒരു തരത്തിലും ചേർച്ചയ്ക്ക് പോകുന്നില്ല എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ മാറുകയാണ്. എങ്ങനെയാണോ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നത്, അതേ രീതിയിലേക്ക് സമാനമായ സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. ഇതിനെല്ലാം തുടക്കം കുറിക്കുന്നത് ബംഗ്ലാദേശി ഫാസ്റ്റ് ബൗളറായ മുസ്തഫീസുർ റഹ്മാനെ 9.20 കോടി രൂപയ്ക്ക് ഷാറൂഖ് ഖാന്റെ ഉടമസ്ഥതയിലുള്ള കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് വാങ്ങിയതിൽ തൊട്ടാണ്. അതായത് അതുവരെ മുസ്തഫീസുർ റഹ്മാൻ ഒരു തരത്തിലുമുള്ള ബാൻ ഉണ്ടായിരുന്നില്ല, ബംഗ്ലാദേശി പ്ലെയേഴ്സിന് ഒരു തരത്തിലുമുള്ള ബാൻ IPL കളിക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഈ ഓപ്ഷനിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് മുസ്തഫീസുർ റഹ്മാൻ എടുത്തതിന് പിന്നാലെ പലരും, പ്രത്യേകിച്ച് ഇന്ത്യയിലുള്ളവർ തന്നെ പലരും, ഇത് നടപടി ശരിയല്ല എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ മാറി. ഷാറൂഖ് ഖാനെ ട്രൈറ്റർ എന്ന് വരെ വിളിച്ചു. അപ്പോൾ ആ ഒരു സാഹചര്യത്തിലേക്ക് പോയതിന് പിന്നാലെ BCCI ഒരു കടുത്ത തീരുമാനമെടുത്തു. ബംഗ്ലാദേശി താരങ്ങൾ IPL വേണ്ട, അതായത് മുസ്തഫീസുർ റഹ്മാനെ മാറ്റാൻ പോവുകയാണ്. ഇവിടെ IPL കളിക്കാൻ വേണ്ടിയിട്ട് 2026 IPL കളിക്കാൻ ബംഗ്ലാദേശി താരങ്ങൾ വേണ്ട എന്നൊരു നിലപാടെടുത്തു. നേരത്തെ പാകിസ്ഥാനി താരങ്ങളൊന്നും തന്നെ IPL കളിക്കുന്നില്ല. ഇപ്പോൾ കൂട്ടത്തിൽ ബംഗ്ലാദേശി താരങ്ങളും വേണ്ട എന്നൊരു നിലപാട് എടുത്തതിന് പിന്നാലെ ബംഗ്ലാദേശ് ക്രിക്കറ്റ് ബോർഡ് അഥവാ BCB ശക്തമായ നടപടിയിലേക്ക് എത്തി. അവരുടെ ശക്തമായ നടപടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കോമഡിയാണ്, എന്നാലും പറഞ്ഞുതരാം. ബംഗ്ലാദേശ് ക്രിക്കറ്റ് ബോർഡ് എടുത്ത തീരുമാനം എന്ന് പറയുന്നത് അവർ ഇനി ഇന്ത്യയിലേക്ക് വരില്ല എന്നുള്ളത്. ഇന്ത്യക്ക് വലിയ നഷ്ടമാണല്ലോ, ബംഗ്ലാദേശ് ഇവിടെ വന്ന് കളിച്ചില്ലെങ്കിൽ ഇന്ത്യക്ക് വലിയ നഷ്ടമാണ് എന്നുള്ള രീതിയിലേക്കാണ് അവർ പറയുന്നത്. അതായത് അപമാനം സഹിച്ച് പേറി മുന്നോട്ട് പോകാൻ ഞങ്ങൾക്ക് വയ്യ, അതുകൊണ്ട് ഞങ്ങൾ 2 തീരുമാനങ്ങൾ എടുക്കുകയാണ്. ഒന്ന്, ICC T20 ലോകകപ്പ് 2026 ഇന്ത്യയിലാണ് നടക്കാൻ പോകുന്നത്. ഫെബ്രുവരി 7-ാം തീയതിയാണ് ആരംഭിക്കുക. അതായത് അടുത്ത മാസം 7-ാം തീയതി T20 ലോകകപ്പ് നടക്കാൻ പോവാണ്. ഇന്ത്യയിലാണ് കളി നടക്കുന്നത്. അപ്പോൾ ഇന്ത്യയിലോട്ട് ഞങ്ങൾ വരുന്നില്ല, ഞങ്ങളുടെ മത്സരങ്ങൾ ശ്രീലങ്കയിലോട്ട് മാറ്റൂ, ഞങ്ങൾ അവിടെ വന്നേ കളിക്കുകയുള്ളൂ എന്നൊരു നിലപാട് ബംഗ്ലാദേശ് ക്രിക്കറ്റ് ബോർഡ് അങ്ങ് സ്വീകരിച്ചു. കഴിഞ്ഞ ദിവസം 4-ാം തീയതി അവർ കൃത്യമായി ICCയിലേക്ക്, ഇൻ്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിലിൽ അവരിത് അറിയിച്ചു. ICCയിലൂടെ അറിയിച്ചു, ഞങ്ങൾ ഇന്ത്യയിൽ വരുന്ന കളിക്കില്ല, അത് ഞങ്ങളെ പ്രതീക്ഷിക്കേണ്ട, ഞങ്ങൾ അപമാനിച്ചു. മുസ്തഫീസുർ റഹ്മാനെ മാത്രമല്ല, ബംഗ്ലാദേശ് ക്രിക്കറ്റ് ബോർഡിനെയാണ് ഇന്ത്യൻ ടീം അപമാനിച്ചതും BCCI അപമാനിച്ചത് എന്നാണ് ബംഗ്ലാദേശുകാർ പറയുന്നത്. മാത്രമല്ല വേറൊരു കടുത്ത നിലപാട് അവരെടുത്തു കേട്ടോ. അതായത് ബംഗ്ലാദേശിൽ ഇനി IPL ടെലികാസ്റ്റ് ചെയ്യില്ല എന്നുള്ളത്. അതായത് ഏറ്റവും കൂടുതൽ വരുമാനമുള്ള ലീഗ്, ഈ ലീഗിന് വേണ്ടി കളിക്കാൻ വേണ്ടി ഓസ്ട്രേലിയ, ഇംഗ്ലണ്ട്, സൗത്ത് ആഫ്രിക്ക, ന്യൂസിലൻഡ്, അങ്ങനെ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിനെക്കാളുപരി അവിടെയുള്ള മുൻനിര താരങ്ങളോ അല്ലെങ്കിൽ ടീമുകളൊക്കെ ഈ ഏപ്രിൽ മെയ് മാസം ആകുമ്പോഴേക്കും ഇങ്ങോട്ടേക്ക് വന്ന് കളിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു കാത്തിരിപ്പിലാണ്. അതുപോലെ ബംഗ്ലാദേശ് താരങ്ങൾ, വിരലെണ്ണാവുന്ന താരങ്ങൾ മാത്രമാണ് IPL കളിക്കുന്നത്. ബംഗ്ലാദേശിൽ ഇനി ഇത് ടെലികാസ്റ്റ് ചെയ്യാൻ പോകുന്നില്ല, വലിയ നഷ്ടമായി പോകില്ല ഇന്ത്യക്ക്. ആ ഒരു രീതിയിലേക്ക് ബംഗ്ലാദേശും ഒരു നിലപാട് ഇപ്പോൾ എടുത്തിരിക്കുകയാണ്. IPL അവിടെ പ്രദർശിപ്പിക്കില്ല, IPL അവിടെ ടെലികാസ്റ്റ് ചെയ്യില്ല. മാത്രമല്ല ഇന്ത്യയിൽ ഇനിയിപ്പോൾ ഒരു ബയലാട്രൽ സീരീസ് ഒന്നും പ്രതീക്ഷിക്കേണ്ട. ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള ഒരു കളിയൊക്കെ ഇനി ചിലപ്പോൾ സ്വപ്നത്തിൽ മാത്രമായിരിക്കും. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഒരു, ഇപ്പോൾ നമ്മൾ ചാമ്പ്യൻസ് ട്രോഫിയിൽ തന്നെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടാണ്. ഇന്ത്യക്ക് കളിക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യ പാകിസ്ഥാനിലേക്ക് പോകില്ല തീരുമാനം എടുത്തതിന് പിന്നാലെ ദുബായിൽ പോയി കളി ഫിക്സ് ചെയ്ത് പാകിസ്ഥാൻ ആ ചാമ്പ്യൻസ് ട്രോഫിയിൽ ഗ്രൂപ്പ് സ്റ്റേജിൽ നിന്ന് പുറത്തായി. ഇന്ത്യ ചാമ്പ്യന്മാരായ ട്രോഫിയാണ് ചാമ്പ്യൻസ് ട്രോഫി. ബംഗ്ലാദേശ് ഇതുപോലെ ഒരു നിലപാടെടുത്തു കഴിഞ്ഞാൽ നഷ്ടം ബംഗ്ലാദേശിന് തന്നെയാണ് എന്നതിൽ വേറെ തർക്കമൊന്നുമില്ല. എന്തായാലും അങ്ങനെ ഒരു നിലപാടിലേക്ക് ബംഗ്ലാദേശ് മാറുമ്പോൾ ഒരു തരത്തിലുമുള്ള മാറ്റം ഇവിടെ ഉണ്ടാവില്ല. ഇവിടെ കൃത്യമായ നിലപാട് BCCI സ്വീകരിക്കുന്നു. ബംഗ്ലാദേശി താരങ്ങൾ ഇവിടെ വേണ്ട, ഇവിടെ ബംഗ്ലാദേശി താരങ്ങൾ IPL കളിക്കണ്ട, അതിൽ കുറഞ്ഞുള്ള ലാഭമൊക്കെ ഞങ്ങൾ വാങ്ങിച്ചോളാം എന്നുള്ളതാണ് BCCIയുടെ നിലപാട്. എന്തായാലും അത് കനത്ത അടിയായി പോയി ബംഗ്ലാദേശിന് തീരെ പ്രതീക്ഷിച്ചില്ല. ഒന്നാമത്തെ കാര്യം, മുസ്തഫീസുർ റഹ്മാൻ ഇവിടെ കളിക്കുന്നതിന് പറ്റിയുള്ള ചർച്ചകൾക്കോ അതിനുള്ള തുടക്കം കുറിച്ചതിനൊക്കെ പ്രശ്നങ്ങൾ ഇതെവിടെ നിന്നാണ് ഉടലെടുത്തതെന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ബംഗ്ലാദേശിനെ അപമാനിച്ചു എന്ന് പറഞ്ഞ് ഞങ്ങൾ കൈ ഒഴിയുമ്പോഴേക്കും അവരെന്തോ മറ്റേ വിക്ടിം കാർഡ് കളിക്കുന്ന പോലെയാണ്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്തായാലും കാര്യങ്ങൾ ഈ രീതിയിലേക്ക് പോകുമ്പോൾ ഇനി ICC T20 ലോകകപ്പ് ഇന്ത്യയിൽ നിന്ന് മാറ്റി ശ്രീലങ്കയിലേക്ക് ബംഗ്ലാദേശിന് വേണ്ടി മാറ്റുമോ എന്നുള്ളതാണ് ചോദ്യം. ബോൾ ഇപ്പോൾ ICCയുടെ കോർട്ടിലാണ്. ICC എന്താണ് നിലപാടെടുക്കാൻ പോകുന്നത് എന്നുള്ളതാണ് ചോദ്യം. അതായത് T20 ലോകകപ്പ് കളിക്കുന്ന ഒരു സ്ഥലം അത് ഇന്ത്യയിലാണ് നടക്കാൻ പോകുന്നത്. ഇനി ബംഗ്ലാദേശിന് വേണ്ടി മാത്രമായിട്ട് ശ്രീലങ്കയിൽ വെച്ച് നടത്താനൊന്നും ICC നിലപാടെടുക്കില്ല. ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യക്ക് വേണ്ടിയിട്ട് ദുബായ് ഫിക്സ് ചെയ്തതുപോലെ അല്ല ബംഗ്ലാദേശ് പോലൊരു ടീമിന് വേണ്ടിയിട്ട് ശ്രീലങ്കയിൽ ഫിക്സ് ചെയ്യുക എന്ന് പറയുന്നത്. രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ഇന്ത്യ ചാമ്പ്യൻസ് ട്രോഫി കളിച്ചില്ലെങ്കിലുള്ള അവസ്ഥ ചോദിക്കുകയെ, എല്ലാ രീതിയിലും അവരുടെ റവന്യൂസ് ഷട്ട് ഡൗൺ ആണ്. അതുപോലെയാണോ ബംഗ്ലാദേശ് കളിച്ചില്ല എന്ന് വെച്ച് ചാമ്പ്യൻസ് ട്രോഫിക്കോ ICC T20 ലോകകപ്പിന് ഇപ്പോൾ വലിയ മാറ്റങ്ങളൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് ബംഗ്ലാദേശിന് ഈ നിലപാട്, അവർ ശ്രീലങ്കയിൽ കളിക്കാൻ തയ്യാറാണ്, ഇന്ത്യയിൽ കളിക്കില്ല എന്നുള്ള നിലപാട് ICC സ്വീകരിക്കുകയോ ഇല്ലയോ എന്നുള്ളത് കാത്തിരുന്ന് കാണാം.